പിന്നെ ഇനിയിപ്പോൾ അടുത്തൊരു ടാങ്കർ പോകുന്നുണ്ട്. അത് സുഡാനിലേക്കാണ് പോകുന്നത്. 5 ലക്ഷം കുട്ടികളാണ് കഴിഞ്ഞ ഈ ഒരു 2023 മുതൽ ഈ 25 വരെയുള്ള കാലഘട്ടത്തിന്റെ ഇടയിൽ 5 ലക്ഷം കുട്ടികളാണ് അവിടെ മരിച്ചിരിക്കുന്നത്. ഈ മാൽന്യൂട്രീഷനും ഇതുപോലുള്ള യുദ്ധക്കെടുതികൾ കാരണം. അപ്പൊ ആ പേര് ഞാൻ വായിക്കണം എന്ന് തുടങ്ങി വെക്കുന്നുണ്ട്. ഈ മരിച്ച ഓരോ കുട്ടികളുടെ പേര്. ഇപ്പൊ ഗാസയിലെ കുട്ടികളുടെ പേര് നമ്മൾ വിളിച്ചപ്പോൾ അത് അസൂയ തോന്നി. കാരണം അവർ അസർവാങ്ക് കൊടുത്തപ്പോൾ ആ പേര് വായിക്കാൻ തുടങ്ങി. മരുവാങ്ക് കൊടുക്കുമ്പോഴേക്കും പേര് വായിച്ച് തീർന്ന് അവർ വീട്ടിൽ പോയി മറ്റേ ബിരിയാണിയൊക്കെ തിന്ന് കിടന്ന് ഉറങ്ങുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷെ നിങ്ങൾ ഈ സുഡാനിലെ കുട്ടികളുടെ പേര് വായിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ 2 വലിയ പെരുന്നാൾ ഇരുന്ന് വായിച്ചാലും അത് തീരാൻ പോകുന്നത്. 5 ലക്ഷം പേരുകളാണ് നമുക്ക് വായിക്കാനുണ്ടാവുക. അപ്പൊ അതിന് കൂടുതൽ ആളുകൾ വേണം. 5-10 ആൾ പോരാ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. അപ്പൊ പറ്റുന്നത്ര ആളുകൾ അത് വരിക, നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. പിന്നെ ഈ ചാരക്കണ്ണുകൾ വെട്ടിച്ചുകൊണ്ട് കുറച്ച് ടാങ്കർ ലോറി അങ്ങോട്ടേക്കും നമ്മൾ വിടുന്നുണ്ട്. പിന്നെ ഈ ഒരു സംഗതി ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഇസ്രായേൽ പടച്ചു വിട്ടുകൊണ്ടിരുന്ന ആ കള്ളത്തെയും കൂടിയാണ് അവിടെ പൊളിക്കുന്നത്. ഗാസയിലുള്ള ആളുകൾ, അതായത് അവിടെ ഇസ്രായേൽ എല്ലാം തടഞ്ഞു വെക്കുന്നു എന്നുള്ളത്. ഇങ്ങനെയൊക്കെ ഒരു വഴി ഉണ്ടായിട്ടും അവിടേക്ക് കുടിവെള്ളം എത്തിക്കാത്ത അറബ് രാഷ്ട്രങ്ങൾ, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള രാജ്യങ്ങൾ, അവരെയുമാണ് സത്യത്തിൽ നമ്മളിവിടെ ഒരു വല്ലാത്തൊരു നോട്ടം നോക്കി പോകുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നിരിക്കെ നിങ്ങൾ എന്തിനാണ് ഈ ആളുകൾക്ക് ഇതേപോലെ വെള്ളം കൊടുക്കാതെ അവരെങ്ങനെ പിടിച്ചിട്ട് അവരെ ദാഹം അത് വലഞ്ഞ് മരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് തള്ളിവിട്ടത് എന്തിനാണ്? ഇസ്രായേലിന് ചുട്ട മറുപടി നമുക്ക് നേരത്തെ കൊടുക്കാമായിരുന്നല്ലോ.